ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ നാം വായിച്ചു വന്ന സംഖ്യാപുസ്തകത്തിൻ്റെ ഒരു പൂർണ്ണ സംഗ്രഹം ചുരുക്കരൂപത്തിൽ ഇവിടെ ഇന്ന് നൽകുകയാണ്. സംഖ്യാപുസ്തകം പഞ്ചഗ്രന്ഥങ്ങളിലെ 4-ാമത്തെ പുസ്തകമാണ്. സീനായി മലയിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിൻ്റെ അതിർത്തി വരെ ഇസ്രായേൽ ജനത നടത്തിയ യാത്രയുടെ ചരിത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഖ്യാപുസ്തകം എന്ന പേര് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 ജനസംഖ്യാ കണക്കെടുപ്പുകളിൽ നിന്നാണ് വന്നത്. എന്നാൽ ഈ പുസ്തകം വെറും സംഖ്യകളുടെ രേഖയല്ല. ദൈവത്തിൻ്റെ വിശുദ്ധി, വിശ്വസ്തത, ശിക്ഷണം, വഴിനടത്തൽ, ഉടമ്പടിയോടുള്ള പ്രതിബദ്ധത എന്നിവയുടെ ശക്തമായ വെളിപ്പെടുത്തലാണ്. ഏകദേശം 40 വർഷത്തെ മരുഭൂമി യാത്രയാണ് ഈ പുസ്തകം ഉൾക്കൊള്ളുന്നത്. ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒരു തലമുറ അവിശ്വാസം മൂലം വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ പരാജയപ്പെട്ടതും അതേസമയം ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റാൻ പുതിയ തലമുറയെ സംരക്ഷിച്ചതുമാണ് ഇതിൻ്റെ പ്രധാന സന്ദേശം. പുസ്തകം ആരംഭിക്കുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ ജനസംഖ്യ കണക്കെടുപ്പിനുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശത്തോടെയാണ്. ജനങ്ങൾ വിശുദ്ധ ജനതയായി ക്രമീകരിക്കപ്പെടുകയും സമാഗമന കൂടാരത്തെ ചുറ്റിപ്പറ്റി ഓരോ ഗോത്രത്തിനും പ്രത്യേക ചുമതലകൾ നൽകപ്പെടുകയും ചെയ്യുന്നു. യാത്രയ്ക്കിടയിലെ നിരവധി പ്രധാന സംഭവങ്ങൾ ഈ പുസ്തകത്തിൽ നടക്കുന്നു. ജനങ്ങൾ വീണ്ടും വീണ്ടും ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നതും, മിര്യാമും അഹരോനും മോശയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതും, 12 ചാരന്മാർ കനാൻ ദേശത്തേക്ക് അയക്കപ്പെടുന്നതും, 10 ചാരന്മാർ നിരുത്സാഹജനകമായ റിപ്പോർട്ട് നൽകുന്നതും, ജനങ്ങൾ കലഹിക്കുന്നതും, ദൈവം അവരെ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിയാൻ വിധിക്കുന്നതും, കോരഹ ദൈവനിയമിത നേതൃത്വത്തിനെതിരെ കലാപം നടത്തുന്നതും, മോശ പാറയെ അടിച്ച് അനുസരണക്കേട് കാണിക്കുന്നതും, വിഷസർപ്പങ്ങളാൽ കടിയേറ്റവരെ രക്ഷിക്കാൻ വെങ്കല സർപ്പം ഉയർത്തപ്പെടുന്നതും, ബാലാക്ക് നിയമിച്ച ബിലയാം ഇസ്രായേലിനെ ശപിക്കാൻ കഴിയാതെ അനുഗ്രഹിക്കുന്നതും, ബാൽപെയോരിൽ ജനങ്ങൾ വിഗ്രഹാരാധനയിലും അശുദ്ധിയിലും വീഴുന്നതും, 2-ാം ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നതും, യോശുവ മോശയുടെ പിൻഗാമിയായി നിയമിക്കപ്പെടുന്നതും, ദേശപ്രവേശനത്തിനുള്ള അന്തിമ ഒരുക്കങ്ങൾ നടത്തപ്പെടുന്നതും ഈ സംഖ്യാപുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളായിരുന്നു. പുസ്തകം അവസാനിക്കുമ്പോൾ ഇസ്രായേൽ ജനത യോർദാൻ സമീപം വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. സംഖ്യാപുസ്തകത്തിലെ പ്രധാന സന്ദേശങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ദൈവത്തെ ഭയഭക്തിയോടും ആദരവോടെയും സമീപിക്കണമെന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നും വിശ്വാസികൾ വിശുദ്ധ ജീവിതത്തിനും വിശുദ്ധ ആരാധനയ്ക്കും വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ദേശം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ജനങ്ങൾ ദൈവവചനത്തേക്കാൾ അവരുടെ ഭയത്തെ വിശ്വസിച്ചു. അതിനാൽ അവർ വാഗ്ദത്ത ദേശപ്രവേശനം നഷ്ടപ്പെടുത്തി. ഇന്നും പല വിശ്വാസികളും ദൈവത്തിൻ്റെ പദ്ധതികളിൽ മുന്നേറാതെ നിൽക്കുന്നത് അവിശ്വാസവും ഭയവും മൂലമാണ്. ജനങ്ങൾ പലതവണ പരാജയപ്പെട്ടിട്ടും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല എന്ന് കാണുന്നു. മന്ന, വെള്ളം, സംരക്ഷണം, മാർഗനിർദ്ദേശം എന്നിവ നൽകി അവനവരെ പരിപാലിച്ചു. ഇത് മനുഷ്യൻ്റെ പരാജയത്തേക്കാൾ ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയതാണെന്ന് പഠിപ്പിക്കുന്നു. മോശയ്ക്കും അഹരോനും എതിരായ കലാപങ്ങൾ ദൈവം നേതൃത്വത്തെ സ്ഥാപിക്കുന്നവനാണെന്ന് കാണിക്കുന്നു. ദൈവഭക്തരായ നേതാക്കളെ ആദരിക്കുകയും എല്ലാ അധികാരത്തിൻ്റെയും ഉറവിടം ദൈവമാണെന്ന് തിരിച്ചറിയുകയും വേണം. അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി സംഖ്യാപുസ്തകത്തിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ജനങ്ങളുടെ പരാജയങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിലനിൽക്കുന്നു. സംഖ്യാപുസ്തകത്തിൽ ന്യായവിധിയും കരുണയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ദൈവം പാപത്തെ ശിക്ഷിക്കുന്നു, എന്നാൽ മാനസാന്തരപ്പെടുന്നവരോട് കരുണയും കാണിക്കുന്നു. ഇത് ക്രൂശിൽ നീതിയും കൃപയും ഒന്നിക്കുന്ന യേശുക്രിസ്തുവിങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നു. പുരോഹിതന്മാരും യാഗങ്ങളും മോശയുടെ മധ്യസ്ഥതയും മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥൻ ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ആ പരിപൂർണ മധ്യസ്ഥനായി വെളിപ്പെടുന്നു. പിച്ചള സർപ്പം ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. വെള്ളം നൽകിയ പാറ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ബിലയാമിൻ്റെ നക്ഷത്രപ്രവചനം മശിഹായെ സൂചിപ്പിക്കുന്നു. യോശുവ വിശ്വാസികളെ നിത്യ അവകാശത്തിലേക്ക് നയിക്കുന്നത് യേശുവിൻ്റെ ഒരു മുൻനിഴലാണ്. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്ര വിശ്വാസിയുടെ ആത്മീയ യാത്രയെ പ്രതിഫലിപ്പിക്കുന്നു.
പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടെങ്കിലും നിത്യരാജ്യത്തിൽ പൂർണ്ണമായി പ്രവേശിക്കാത്തവരായി നാം വിശ്വാസത്തിൽ നടക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രധാന പാപങ്ങളിലൊന്ന് പരാതിയും പിറുപിറുക്കലുമായിരുന്നു. വിശ്വാസികൾ നന്ദിയും വിശ്വാസവും വളർത്തേണ്ടുന്നവരാണ്. 10 ചാരന്മാർ ഭീമന്മാരെ കണ്ടു. എന്നാൽ കാലേബും യോശുവായും ദൈവത്തിൻ്റെ വാഗ്ദത്തം കണ്ടു. ഇന്നും വിശ്വാസികൾ സാഹചര്യങ്ങളിലൂടെ ദൈവത്തെ അളക്കാതെ ദൈവത്തിലൂടെ സാഹചര്യങ്ങളെ കാണണം. മരുഭൂമിയിലെ തലമുറ ദൈവത്തിൻ്റെ ശിക്ഷണം അനുഭവിച്ചു. അതുപോലെ വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനായി ദൈവം അവരെ ശിക്ഷിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ കനാനിലേക്കായിരുന്നു യാത്ര ചെയ്തത്. വിശ്വാസികൾ ദൈവരാജ്യത്തേക്കും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലേക്കും യാത്ര ചെയ്യുന്നു. ഈ പ്രത്യാശ നമ്മെ സ്ഥിരതയോടും വിശ്വസ്തയോടും ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. സംഖ്യാപുസ്തകം വിശുദ്ധനായ ദൈവത്തെ വിശ്വസിക്കാൻ പഠിക്കുന്ന ഒരു വീണ്ടെടുപ്പ് പ്രാപിച്ച ജനതയുടെ കഥയാണ്. മനുഷ്യൻ്റെ ബലഹീനതയും ദൈവത്തിൻ്റെ മഹത്തായ വിശ്വസ്തതയും ഒരുപോലെ ഇതിൽ വെളിപ്പെടുന്നു. അവിശ്വാസം നഷ്ടത്തിലേക്കും അനുസരണം അനുഗ്രഹത്തിലേക്കും നയിക്കുന്നു എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യർ പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ പരാജയപ്പെടുകയില്ല. ഇന്നത്തെ വിശ്വാസികൾക്കായി സംഖ്യാപുസ്തകം ഒരു മുന്നറിയിപ്പും ഒരു പ്രോത്സാഹനവുമാണ്. കലഹം, അവിശ്വാസം, ഒത്തുതീർപ്പ് എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ദൈവവാഗ്ദത്തങ്ങളിൽ ഉറച്ചു നിൽക്കാനും നിത്യ അവകാശം പ്രാപിക്കുന്നതുവരെ വിശ്വാസത്തോടെ മുന്നേറാനും നമ്മെ വിളിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.